ഹായ് ഹലോ, പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ ഷോർട്സ് പോലെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഗാലറി നോക്കിയപ്പോൾ ഞാനിത് ഫുള്ള് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉണ്ടാക്കുന്നത് മൊത്തം. എങ്കിൽ പിന്നെ എന്തിനാ അത് വെറുതെ ഗാലറിയിൽ ഇടുന്നത്, അതങ്ങ് വീഡിയോ ഫുള്ളാക്കിയിട്ട് അങ്ങോട്ട് ഇടാമെന്ന് കരുതി. ഒരു പാൻ ചൂടാക്കാൻ വെച്ചു, അതിലോട്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തേ. അതിങ്ങനെ ഇളക്കി വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി കുറച്ച് ഡ്രൈ ആയപ്പോലെ കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കാമെന്ന് കരുതി ഞാൻ കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാള വാട്ടുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്താൽ പെട്ടെന്ന് വാടി കിട്ടില്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് തക്കാളി അരിഞ്ഞതിട്ടു, എന്നിട്ട് പിന്നെയും ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് ജസ്റ്റ് ഒന്ന് വാടി വന്നതിൻ്റെ ശേഷം അതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറോളം ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കശുവണ്ടി എടുത്തിട്ടുണ്ട്, അതായത് അണ്ടിപ്പരിപ്പ് ഒരു 10ഓളം അണ്ടിപ്പരിപ്പ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ടും വാട്ടി കൊടുക്കുന്നുണ്ട്. വാട്ടിലാണ് ഇതിൽ മെയിൻ. വാട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്, അത് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയും വാട്ടി കൊടുത്തു. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ പച്ചമണം മാറോളം മാത്രം ഒന്ന് വാട്ടി കൊടുത്ത് പാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പനീർ ഒന്ന് ബട്ടറിലൊന്ന് ചൂടാക്കി എടുക്കണേ. ബട്ടർ മാത്രം പോരാ, ബട്ടർ മെൽറ്റായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മുടെ ഈ പനീർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറിലും സൺഫ്ലവർ ഓയിലൊക്കെ ഒന്ന് കിടന്ന് ഒന്നിങ്ങനെ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ, അതിനെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ പാൻ വെച്ചു, ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ തക്കാളി എല്ലാം കൂടെ വാട്ടിയത് ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് അരച്ച് കൊടുത്ത് ക്രീമാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അത് പാനിലോട്ട് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളയ്ക്കാനുള്ള ടൈം കൊടുത്തിട്ട് നമ്മൾ ഈ പനീറെല്ലാം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിക്കുമ്പോൾ ആ ടൈമിലാണ് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാമായിരുന്നു തോന്നിട്ടോ, അത് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രഷ് ക്രീമും ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്തു. അതിൻ്റെ മുകളിലോട്ട് മല്ലിച്ചെപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കസ്തൂരി മേത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ അടുത്ത് അതില്ലായിരുന്നു, അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടില്ല. അതുപോലെ ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. കഴിക്കുന്ന ടൈമിലാണ് അത് ഓർത്തത്. പിന്നെ ഇത് മതിയെന്ന് വിചാരിച്ചു. കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പനീറിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതിനെപ്പറ്റി പറഞ്ഞു തരാനൊന്നും അതിനുള്ള അറിവൊന്നും എനിക്കില്ല. എങ്കിലും അതിലെന്തൊക്കെ കണ്ടൻറ്റുകളുണ്ട്. അപ്പോൾ നല്ല ഗുണമുള്ള സംഭവമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അത്രേ ഉള്ളൂ, ബായ്.